കൊച്ചിയിലെ വൈറ്റ് കോളർ ട്രക്ക് പാർട്ടിയിൽ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നു. തനിക്ക് ലഹരി സപ്ലൈ ചെയ്തിരുന്നത് ഡൽഹി ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗീതുവും സംഘവും എന്ന പിടിയിലായ കെവിൻ മൊഴി നൽകി. കൂടുതൽ സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കിയാണ് ലഹരി കച്ചവടത്തിൽ ഇറക്കിയത് എന്ന കെവിൻ മൊഴി കൊടുത്തു. കൂടുതൽ പേരെ കേസിൽ പ്രതികളാക്കാനും സാധ്യതയുണ്ടെന്ന് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. വിഷ്ണു നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, പറയൂ. എസ്കെൻ, വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് കെവിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ചോദ്യം ചെയ്യലിലൊക്കെ ഉണ്ടായിരുന്നത്. കെവിന് ലഹരി ലഭിക്കുന്നത് എവിടെ നിന്നായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അത് ബംഗളൂരു ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗീതു എന്ന സ്ത്രീയാണ് തനിക്ക് ഈ ലഹരി വിതരണം ചെയ്യുന്നത് എന്ന മൊഴിയാണ് കെവിൻ നൽകിയിട്ടുള്ളത്. ഗീതു ബംഗളൂരു ഡൽഹിയിൽ നിന്ന് ലഹരി അത് തൊടുപുഴയിലേക്ക് എത്തിക്കും. തൊടുപുഴയിൽ നിന്നാണ് താനിത് കളക്ട് ചെയ്യുന്നത് എന്നാണ് കെവിൻ നൽകിയിട്ടുള്ള മൊഴി. അതുകൊണ്ട് ഗീതുവിലേക്ക് അന്വേഷണം വ്യാപിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ കേസിൽ കൂടുതൽ പ്രതികൾക്കുള്ള സാധ്യതയുമുണ്ട്. കൊച്ചിയിലെ ഡോക്ടർമാർ, അതോടൊപ്പം എഞ്ചിനീയർമാർ, ഉന്നത ശ്രേണിയിലുള്ള മറ്റാളുകൾ, അവർക്കൊക്കെയാണ് കെവിൻ ഈ ഡ്രഗ് വിതരണം ചെയ്തിരുന്നത്. അതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിതരണം ചെയ്ത് അത് കെവിന്റെ കയ്യിൽ നിന്ന് ലഹരി കൈപ്പറ്റിയ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലേക്കും പോലീസ് കടക്കുകയാണ്. അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ ഇത്തരത്തിൽ MDMA പോലുള്ള കെമിക്കൽ ഡ്രഗുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കെവിന്റെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയുമുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.